257 ഇന്ത്യക്കാർ കസ്റ്റഡിയിലുണ്ടെന്ന് പാകിസ്ഥാൻ. ഇതിൽ 199 പേർ മത്സ്യത്തൊഴിലാളികളാണ്. 424 പാകിസ്ഥാൻ പൗരന്മാർ ഇന്ത്യയിൽ തടവിലുണ്ട്. 2008 കരാർ പ്രകാരമാണ് തടവുകാരുടെ വിവരങ്ങൾ ഇരു രാജ്യങ്ങളും പങ്കുവച്ചിരിക്കുന്നത്. പി ബസന്ത് വിശദാംശങ്ങളുമായി ചേരുകയാണ്. ബസന്ത്, ഈ തടവുകാരുടെ വിവരങ്ങൾ ഇരു രാജ്യങ്ങളും പങ്കുവയ്ക്കുമ്പോൾ എത്ര ഇന്ത്യക്കാർ പാകിസ്ഥാനിലുണ്ട്? ഒപ്പം തന്നെ ഈ തടവുകാരുടെ മോചനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ടോ? ഇത് 2008 ഒരു കരാർ പ്രകാരം എല്ലാ കൊല്ലവും പുതുവത്സര ദിനത്തിൽ നൽകുന്ന ഒരു പട്ടിക മാത്രമാണ്. അതായത് ഇരു രാജ്യങ്ങളുടെയും കസ്റ്റഡിയിലുള്ള അതായത് പൗരന്മാരുടെ ഒരു കണക്കുകൾ നൽകുന്നു എന്നുള്ളതല്ലാതെ മറ്റ് കാര്യമായിട്ടുള്ള നടപടികളൊന്നും ഇതിലുണ്ടാവാറില്ല. ഇപ്പോൾ പാകിസ്ഥാൻ നൽകിയിരിക്കുന്ന കണക്കുകൾ പ്രകാരമാണെങ്കിൽ 58 സിവിൽ തടവുകാരും 199 മത്സ്യത്തൊഴിലാളികളും അവരുടെ കസ്റ്റഡിയിലുണ്ട് എന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. അത് ഇന്ത്യൻ പൗരന്മാരോ ഇന്ത്യക്കാരെന്ന് കരുതുന്നവരോ ആണ് എന്ന് പാകിസ്ഥാൻ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ ഇന്ത്യയുടെ കസ്റ്റഡിയിലുള്ള സിവിൽ തടവുകാരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും കണക്ക് കൊടുത്തിട്ടുണ്ട്. 391 പാക് സിവിൽ തടവുകാരും പൗരന്മാരും അതോടൊപ്പം 33 മത്സ്യത്തൊഴിലാളികളുമാണ് കസ്റ്റഡിയിലുള്ളതെന്നാണ് പാകിസ്ഥാൻ അറിയിച്ചിട്ടുള്ളത്. ഇന്ത്യയുടെ നിലപാടെന്ന് പറയുന്നത് 167 പേർ ഇതിൽ വിചാരണയും ശിക്ഷയും ഒക്കെ പൂർത്തിയാക്കി തടവിലുള്ളവരാണ് പാകിസ്ഥാനിലുള്ളത്. അവരെ വിട്ടയക്കണം എന്നുള്ളതാണ്. 35 പേരുടെ കാര്യത്തിൽ കോൺസുലർ ആക്സസ് വേണം എന്നുള്ളൊരു ആവശ്യം കൂടി ഇന്ത്യ വെച്ചിട്ടുണ്ട്. ശരി, പി ബസന്താണ് വിവരങ്ങൾ നൽകിയത്.